ഹായ്, ഇന്നലെ പഠിപ്പിച്ച ട്രാവൻകൂർ രാജാക്കന്മാരിൽ നിന്ന് ബാക്കിയുള്ള രാജാക്കന്മാരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ 1815 വരെ ഭരിച്ച റാണി ഗൗരി ലക്ഷ്മിഭായ് വരെയാണ് പറഞ്ഞത്. അടുത്തത് 1815 മുതൽ 1829 വരെ ഭരിച്ചിരുന്നത് റാണി ഗൗരി പാർവതിഭായി ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ റീജൻ്റായിരുന്നു റാണി ഗൗരി പാർവതിഭായ്. വേളി ലേക്കിനെയും കഠിനംകുളം തടാകത്തിനെയും കണക്ട് ചെയ്യുന്നതാണ് പാർവതി പുത്തനാർ എന്ന അത് കൊണ്ടുവന്നത്. ആദ്യമായി അത് ബിൽഡ് ചെയ്തത് റാണി ഗൗരി പാർവതിഭായ് ആയിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ ലോവർ കാസ്റ്റിന് ഗോൾഡും സിൽവർ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാമെന്ന് കൊണ്ടുവന്നതും റാണി ഗൗരി പാർവതിഭായ് ആണ്. 1817 തിരുവിതാംകൂർ പ്രദേശത്തുള്ളവർക്ക് നിർബന്ധമായിട്ടും പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന നിയമം കൊണ്ടുവന്ന തിരുവിതാംകൂർ രാജാവാണ് റാണി ഗൗരി പാർവതിഭായ്. ഉഴിയം നിർത്തലാക്കിയത് റാണി ഗൗരി പാർവതിഭായ് ആണ്. ഉഴിയം എന്ന് പറഞ്ഞാൽ ശമ്പളമില്ലാതെ ഗവൺമെൻറ്റിനെ സേവിക്കുന്ന ഒരിതിനെയാണ് ഉഴിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ഓട് മേയണമെന്ന് ഒരു പ്രൊക്ലമേഷൻ കൊടുത്ത തിരുവിതാംകൂർ രാജാവും റാണി ഗൗരി പാർവതിഭായ് ആണ്. നാഗർകോവിലിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി നിർമ്മിച്ചത് റാണി ഗൗരി പാർവതിഭായ് ആണ്. അപ്പോൾ 1815 തൊട്ട് 1829 വരെ ഭരിച്ച റാണി ഗൗരി പാർവതിഭായ് കൊണ്ടുവന്ന നിയമങ്ങൾ, ഒന്ന് ഗോൾഡും സിൽവറും പാവപ്പെട്ടവരല്ല ലോവർ കാസ്റ്റിനും ധരിക്കാമെന്നുള്ളത്, കമ്പൽസറി എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1817 കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ, ഉഴിയം നിർത്തലാക്കി, പാർവതി പുത്തനാർ എന്ന ലേക്ക് കൊണ്ടുവന്നതും, ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതൊക്കെ റാണി ഗൗരി പാർവതിഭായിയുടെ സംഭാവനകളാണ്. അടുത്തതായിട്ട് 1829 മുതൽ 1847 വരെ ഭരിച്ചിരുന്നത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ നാമം രാമവർമ്മ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോഡേൺ ട്രാവൻകൂറിൻ്റെ ഹിസ്റ്ററിയിൽ ഗോൾഡൻ ഏജ് എന്നറിയപ്പെട്ടിരുന്ന കാലം സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമായിരുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ഹജൂർ കച്ചേരി കൊയിലോണിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ട്രാവൻകൂർ റൂളർ സ്വാതി തിരുനാളാണ്. സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ ട്രാവൻകൂറിനും അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനും കൊടുത്തിട്ടുള്ള സംഭാവനകളാണ് മ്യൂസിയം, സൂ, ആസ്ട്രോളജിക്കൽ ഒബ്സർവേറ്ററി, കുതിരമാളിക, പബ്ലിക് ലൈബ്രറി, ഗവൺമെൻറ് പ്രസ്, ഓറിയൻ്റൽ മാനുസ്ക്രിപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ. ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് മരാമത്ത് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇംഗ്ലീഷ് സ്കൂൾ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത്, അതിൻ്റെ പേര് രാജാസ് ഫ്രീ സ്കൂൾ എന്നാണ്. അത് 1834 സ്വാതി തിരുനാളാണ് കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് ആദ്യമായിട്ടൊരു ചാരിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു രാജാവ് സ്റ്റാമ്പുകളിൽ വരുന്നത് സ്വാതി തിരുനാളാണ്. ട്രാവൻകൂർ ആർമീനെ നായർ ബ്രിഗേഡ് എന്ന പേരിൽ വിളിച്ചത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിൻ്റെ സഭയിലെ കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. പ്രശസ്തമായ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. അതുപോലെ സ്വാതി തിരുനാൾ നമ്മൾ പറഞ്ഞു സംഗീതജ്ഞരിൽ രാജാക്കന്മാരിൽ സംഗീതജ്ഞരാണെന്ന്. അദ്ദേഹം എക്സ്പേർട്ടായിട്ടുള്ളൊരു കർണാട്ടിക് സിംഗറും വീണ പ്ലെയറും കൂടിയായിരുന്നു. ഭക്തിമഞ്ജരി, ഉത്സവ പ്രഭാനന്ദ്,
പത്മനാഭ ശതകം ഇതൊക്കെയാണ് സ്വാതി തിരുനാളിൻ്റെ മേജറായിട്ടുള്ള എഴുത്തുകൾ. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ ഒരു തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി സംഗീതോത്സവം എന്ന പേരിൽ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജനുവരി 6 മുതൽ 12 വരെ തിരുവനന്തപുരത്ത് കുതിരമാളികയിൽ വെച്ച് നടത്തുന്നത് തുടങ്ങി വെച്ച ആൾ സ്വാതി തിരുനാളാണ്. ചരിത്രത്തിൽ സ്വാതി തിരുനാളിനുള്ള ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാലോ. മ്യൂസിയം, അതായത് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പം തന്നെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സ്വാതി തിരുനാളിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഉള്ള മ്യൂസിയം, സൂ, അതുപോലെ പബ്ലിക് ലൈബ്രറി ഇതൊക്കെ തുടങ്ങി വെച്ച ആൾ സ്വാതി തിരുനാളാണ്. 1847 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സ്വാതി തിരുനാളായിരുന്നു. അതിനുശേഷം 1847 മുതൽ 1860 വരെ ഉള്ള കാലഘട്ടം ഉത്ര തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഭരിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആലപ്പുഴയിൽ 1857 കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മോഡേൺ കൊയർ ഫാക്ടറി ആദ്യമായിട്ട് കൊണ്ടുവന്നതും ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859. കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന കയർ ഫാക്ടറിയുടെ പേര് ദറാക്സ് മെയിൽ എന്നാണ്. ആലപ്പുഴയിൽ 1859. ദറാക്സ് മെയിൽ എന്ന് പറഞ്ഞ കൊയർ ഫാക്ടറി കൊണ്ടുവന്നത് ജെയിംസ് ദറാക്ക് ആൻഡ് ഹെൻറി സ്മെയിൽ. ജെയിംസ് ദറാക്കും ഹെൻറി സ്മെയിൽ എന്ന് പറഞ്ഞ 2 പേരാണ്. 1857 സമരകാലത്ത് ഉണ്ടായിട്ടുള്ള തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതുപോലെ തന്നെ ചാന്നാർ ലഹളയുടെ സമയത്തുണ്ടായിരുന്നതും മാർത്താണ്ഡവർമ്മയായിരുന്നു. ചാന്നാർ ലഹള നടന്നത് 1859 ജൂലൈ 26 കേരളത്തിലെ ആദ്യ സാമൂഹ്യ സമരമാണ് ചാന്നാർ സമരം. അതിൻ്റെ വേറൊരു പേരാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ അപ്പർ ക്ലോത്ത് റിബല്യൻ. അടുത്തതായിട്ട് ഉള്ള രാജാവാണ് ആയില്യം തിരുനാൾ. 1860 മുതൽ 1880 വരെയായിരുന്നു ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടം. വിക്ടോറിയ രാജകുമാരിയിൽ നിന്ന് ആദ്യമായിട്ട് മഹാരാജ എന്ന വിശേഷണം കിട്ടിയ രാജാവ്, തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. പണ്ടാരപ്പാട്ട വിളംബരം 1865 കൊണ്ടുവന്നത് ആയില്യം തിരുനാളാണ്. ആ പണ്ടാരപ്പാട്ട വിളംബരത്തിനെ കർഷകരുടെ മാഗ്നാകാർട്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജന്മികുടിയാൻ പ്രൊക്ലമേഷൻ കൊണ്ടുവന്ന വർഷം 1867 ആയില്യം തിരുനാൾ ആണ്. സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങും ആർട്സ് കോളേജും നിർമ്മിച്ചത് ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. സെക്രട്ടേറിയറ്റ് ബിൽഡിങ് ഇനാഗുറേറ്റ് ചെയ്തത് 1869. സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്റ്റ് വില്യം ബാർട്ടൺ ആയിരുന്നു. ആയില്യം തിരുനാളിൻ്റെ സഭയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദിവാനായിരുന്നു മാധവറാവു. നിയമസഭ പണികഴിപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ദിവാനായിട്ടുണ്ടായിരുന്നത് മാധവറാവു ആണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് നിർമ്മിച്ചത്. ആദ്യ ജനറൽ ഹോസ്പിറ്റൽ, ആദ്യ മെൻ്റൽ ഹോസ്പിറ്റൽ അതൊക്കെ നിർമ്മിച്ചത് ആയില്യം തിരുനാളാണ്.